പുണെയിൽ മുൻകൂർ പണം അടയ്ക്കാത്തതിന് ഗർഭിണിക്ക് ചികിത്സ നിഷേധിച്ച സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച മഹാരാഷ്ട്ര സർക്കാർ. കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടിയെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് വ്യക്തമാക്കി. 20 ലക്ഷം രൂപ അടയ്ക്കാത്തതിനെ തുടർന്ന് ആശുപത്രി അധികൃതർ മടക്കി അയച്ച യുവതി പിന്നീട് മരിച്ചിരുന്നു. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീനാഥ്, ഇപ്പോൾ ആശുപത്രി അധികൃതർക്കെതിരെയാണോ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്? മറ്റെന്തൊക്കെ വിവരങ്ങളാണ് ലഭ്യമാകുന്നത്? കൃത്രിമ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പൂനെയിലെ ദീനാനാഥ് മങ്കേഷ്കർ ആശുപത്രിയിൽ വെച്ച് ഒരു ഗർഭിണിക്ക് ചികിത്സ നിഷേധിച്ച സംഭവം ഉണ്ടായത്. കുടുംബം പറയുന്നത് ഇങ്ങനെയാണ്: തനീഷ ബിസെ എന്ന 32-കാരിയാണ് മരിച്ചത്. ഇവർ ഗർഭിണിയാണ്. അവർക്ക് ആ സമയം ഗുരുതരാവസ്ഥയിലേക്ക് അവർ പോവുകയും പിന്നീട് ആശുപത്രിയിലേക്ക് പെട്ടെന്ന് എത്തിക്കുകയുമായിരുന്നു. പക്ഷേ 20 ലക്ഷം രൂപ മുൻകൂറായി പണം അടയ്ക്കണം എന്ന് ആശുപത്രി ആവശ്യപ്പെട്ടു. എങ്കിൽ മാത്രമേ ചികിത്സ നൽകാൻ കഴിയൂ എന്നവർ പറഞ്ഞു. 3 ലക്ഷം രൂപ പെട്ടെന്ന് അവർക്ക് തയ്യാറാക്കാൻ കഴിഞ്ഞു. പക്ഷേ ആ പണം കൗണ്ടറിൽ സ്വീകരിച്ചില്ല. മുഴുവൻ പണവും നൽകാതെ ചികിത്സ നൽകാൻ കഴിയില്ല എന്നവർ പറഞ്ഞു എന്നതാണ് കുടുംബത്തിന്റെ പരാതി. പിന്നാലെ പൂനെയിലെ മറ്റൊരു ആശുപത്രിയിലേക്ക് ഇവരെ കൊണ്ടുപോയെങ്കിലും അവിടെ വെച്ച് അവർ മരിക്കുകയും ചെയ്തു. ഇതോടെയാണ് പരാതിയുമായി കുടുംബം പോലീസിനെയും സർക്കാരിനെയും ഒക്കെ തന്നെ സമീപിക്കുന്നത്. ഇന്നലെ രാത്രിയോടെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് കുടുംബത്തെ നേരിൽ ചെന്ന് കാണുകയും ഒരു അന്വേഷണം പ്രഖ്യാപിച്ച കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. 3-അംഗ സമിതിയാണ് ഇപ്പോൾ അന്വേഷണത്തിനായി നിയോഗിച്ചിട്ടുള്ളത്. 2 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ വേണ്ടിയും ഈ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ആ റിപ്പോർട്ട് ലഭിക്കുന്ന പ്രകാരം ഈ കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകും എന്നതാണ് അറിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ പ്രതിഷേധമാണ് ആശുപത്രിക്ക് നേരെ വിവിധ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാൽ ആശുപത്രി പറയുന്നത് പണം എത്രയാകുമെന്ന കാര്യം കുടുംബത്തെ അറിയിച്ചിരുന്നു. പക്ഷേ അത് അടച്ചിരുന്നില്ലെങ്കിൽ ചികിത്സ നിഷേധിക്കും എന്ന് പറഞ്ഞിരുന്നില്ല. കുടുംബം ഈ തുക കേട്ടപ്പോൾ തന്നെ മടങ്ങിപ്പോവുകയായിരുന്നു എന്നതാണ് ആശുപത്രിയുടെ ഭാഗത്തു നിന്നുള്ള ന്യായവാദം. അതുകൊണ്ട് ആരോപണങ്ങൾ തൽക്കാലം നിഷേധിക്കുകയാണ് ആശുപത്രി. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.